എന്റെ പൊന്ന് കീർത്തു, നീ എത്ര നേരം അവിടെ ഒരുങ്ങാൻ കയറിയിട്ട് ഇതുവരെ കഴിഞ്ഞില്ലേ? ആ അമ്മേ, ദേ വരണു. ഒരു 2 മിനിറ്റും കൂടി, ഇപ്പൊ വരാവേ. ഇനി എവിടെ മഴ നോക്കിക്കൊണ്ടിരുന്ന അമ്മയുടെ വായിരിക്കുന്ന മുഴുവനും കേൾക്കേണ്ടി വരും. പെട്ടെന്ന് ചെല്ലാം. ഹാവു, കഴിഞ്ഞു. കാലത്ത് തന്നെ നല്ല മഴയാണല്ലോ. ഇനി അങ്ങോട്ട് മഴക്കാലമായിരിക്കും. മഴയൊക്കെ കൊള്ളാം. കൊച്ചുമോൾ എത്ര നേരെ ഒരുങ്ങാ റൂമിലോട്ട് കയറിയിട്ടെന്നറിയോ? ഇതുവരെ അവൾ ഇറങ്ങിയിട്ടില്ല. ഒന്നാതെ മഴയും കൂടി. ഇനി നനഞ്ഞു കുളിച്ച് അമ്പലത്തിൽ ചെല്ലണം. എൻ്റെ പൊന്നു മാതാശ്രീ, ഞാൻ അമ്പലത്തിൽ ഡാൻസ് കളിക്കാനാണ് പോകുന്നത്, അല്ലാതെ കോലം വരയ്ക്കാനല്ല. എനിക്ക് നന്നായിട്ട് ഒരുങ്ങിയിട്ടൊക്കെ വേണം പോകാൻ. ആഹാ, മുത്തശ്ശിയുടെ സുന്ദരിക്കുട്ടി ഒരുങ്ങിയിട്ട് വന്നോ? നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ണ് വെക്കാതിരിക്കട്ടെ ആരും. വെളുപ്പിന് 5 മണിയായപ്പോൾ അവൾ ഒരുങ്ങാൻ തുടങ്ങിയതാ. ഇപ്പോൾ സമയത്ത് 5:45. 6 മണിയാകുമ്പോൾ അമ്പലത്തിൽ ചെല്ലേണ്ടതാ. അവിടെ ചെന്നിട്ടാണെങ്കിലും ഒരുങ്ങാന്ന് ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞതല്ലേ കീർത്തു? ഇപ്പോൾ സമയം ഒരുപാട് പോയില്ലേ? വാ, വേഗം നടക്ക്. ഒന്നാതെ മഴയും കൂടി നനഞ്ഞിനിയിപ്പം ഫുള്ള് കുളമാവും. ആ, 2 പേരും വിളക്ക് വരച്ചിലൊക്കെ നിർത്തിയിട്ട് പെട്ടെന്ന് ചെല്ലാൻ നോക്ക്. മോളെ, പിന്നെ നന്നായിട്ട് കളിക്കണം കേട്ടോ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം മുത്തശ്ശി. എനിക്ക് മുത്തശ്ശിയുടെ അനുഗ്രഹം മാത്രം മതി. പിന്നെ അമ്മയോട് പറഞ്ഞേക്കാം, ഞങ്ങൾ പോയെന്നും കരുതി മുറ്റത്തോടൊന്നും ഇറങ്ങി നടന്നേക്കരുത്. നല്ല തെന്നലുണ്ട്, വെല്ലുവിടുതൽ വീഴും. നോക്കി നടക്കണം. ഒന്നാമത്തെ കാലിന് വയ്യാതെയാ. പിന്നെ കാലിൽ കുഴമ്പിടാൻ മറക്കരുത് കേട്ടല്ലോ. ഞാൻ പുറത്തോട്ട് പോകത്തുമില്ല, വീഴത്തുമില്ല, കുഴമ്പിടാൻ മറക്കത്തുമില്ല. ശരി, ഞങ്ങൾ പോവാണേ. ഈ ചെറുകനെ ഞാൻ എത്ര നേരമായി വിളിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ അവൻ എഴുന്നേറ്റില്ല. എടാ കിച്ചു, എഴുന്നേക്കടാ. ഞാൻ എഴുന്നേറ്റേ, ഇതേ വരുവാ. ഞാൻ നിന്നെ എത്ര നേരം വിളിച്ചടാ? ഒരു 2 മിനിറ്റ് കഴിയുമ്പം ഞാൻ വരാം. 2 മിനിറ്റ്? പോയി കുളിച്ചിട്ട് വേടാ. എനിക്ക് അമ്പലത്തിൽ പോകേണ്ടതെന്ന് അവൻ അറിയാവുന്നതാ. പിന്നെ അവൻ കിടന്നുറങ്ങുന്നത്. അമ്മേ, ഞാൻ വന്ന്. ബാ, നമുക്ക് പോവാം. ഇനി ഇങ്ങനെ ആവർത്തിച്ച ചട്ടുകം പഠിപ്പിച്ച് ഞാൻ ചന്തി വെക്കും. പറഞ്ഞത് കേട്ടല്ലോ? ആ, കേട്ട്. അല്ല, ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ചേട്ടൻ തണ്ടി എന്തിയേ? എഴുന്നേറ്റോ? ഇല്ലല്ലോ. ആര് പറഞ്ഞില്ലെന്ന്? അവനായിട്ട് നേരത്തെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോയി. എന്ത്? എഴുന്നേറ്റെന്നോ? 2-3 ദിവസമായിട്ട് അവൻ നേരത്തെ തന്നെ എഴുന്നേക്കുന്നേ. ഏട്ടൻ നേരത്തെ എഴുന്നേക്കാനോ? സംതിങ് ഫിഷിങ്. ഡാ ചെറുക്ക, ഇനി അവിടെ എന്തോ നോക്കിക്കൊണ്ടിരിക്കുക? എന്നെ കൊണ്ട് വിടാൻ നോക്ക്. ഏട്ടൻ പോയെങ്കിൽ അമ്മയ്ക്ക് അങ്ങ് ഏട്ടൻ്റെ കൂടെ പോയാൽ എന്തായിരുന്നു? ഞാൻ ഒരുങ്ങി വരുന്നതിന് മുമ്പ് അവൻ ഇറങ്ങിപ്പോയി. പിന്നെ ഞാനെന്തോ ചെയ്യാനാ? ഏട്ടാ, ഞങ്ങൾ പോവാണേ അമ്പലത്തിലെ. പുറത്ത് നല്ല മഴ ചാറുന്നുണ്ടല്ലോ, കാർ എടുത്ത് വെക്കോ? ആ, ശരി അച്ഛാ. അമ്മേ, ഞാൻ ഈ കുളത്തിൻ്റെ അവിടെ എപ്പോൾ വന്നാലും വിചാരിക്കും ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന്. പിന്നെ കുളത്തിലൊന്നും ഇറങ്ങണ്ട, നല്ല ആഴമുള്ള കുളമാ. മുങ്ങി വല്ലതും പോയാ എനിക്ക് വയ്യ. ഈ അമ്മയ്ക്കിത് എന്തൊരു പേടിയാ. ചുമ്മാ എന്നെ അങ്ങോട്ടും പെടുത്തില്ല ഇങ്ങോട്ടും പെടുത്തില്ല. എവിടെ പോയാലും അമ്മ കൂടെ വരും. എനിക്ക് നിന്റെ സ്വഭാവം നല്ലവണ്ണം അറിയാം. ഞാനെങ്ങാനും ഇല്ലാതെ ഈ അമ്പലത്തിൽ ഇങ്ങോട്ടോ കുളത്തിന് ഇങ്ങോട്ടോ എങ്ങാനും വന്നാലാ. അപ്പൊ പൊന്നു അവളോട് ഒറ്റയ്ക്കാണല്ലോ വരുന്നേ? ഈ പൊന്നുവിനെ പോലാണോ? നമ്മളിവിടെ വന്നിട്ട് കുറച്ച് നാളല്ലേ ആയുള്ളൂ. പൊന്നു ഇവിടെ പണ്ട് തൊട്ടുള്ളതല്ലേ, അതുകൊണ്ട് അവൾക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ നന്നായിട്ട് അറിയാവുന്നതാ. നമ്മളിവിടെ വന്നിട്ട് 6 മാസമായില്ലേ, എന്നിട്ടാണോ വന്നതേ ഉള്ളെന്ന് പറയുന്നേ? ആ, അത് പോട്ടെ. നിന്റെ അരങ്ങേറ്റം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടല്ലേ അമ്പലത്തിൽ നിന്ന് ഡാൻസ് കളിക്കാൻ പോകുന്നത്? നന്നായിട്ട് കളിച്ചോണം കേട്ടോ. ഞാൻ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഡാൻസ് കളിക്കുന്നേ. അരങ്ങേറ്റം കഴിഞ്ഞിട്ട് ഞാൻ സ്കൂളിലൊക്കെ നന്നായിട്ട് കളിക്കുന്നതല്ലേ. ആണ്ട നിൽക്കുന്നത് നിന്റെ പൊന്നു. ഇനി അങ്ങോട്ടേയല്ലേ, കുറച്ച് നേരം അവളുമായിട്ട് വഴക്കുണ്ടാക്ക്. പൊന്നു, ഞാൻ വരുന്നടി. നീ എന്തിനാ കീർത്തു അവിടുന്ന് ഒരുങ്ങിക്കൊണ്ട് വന്നത്?
ഫുള്ള് മഴ നനഞ്ഞു പോത്തില്ലായിരുന്നു. ഞാനും അവളുടെ അടുത്ത് പറഞ്ഞതാ, എന്നിട്ട് അവള് കേട്ടില്ല. ഓ, ഇപ്പൊ ഞാൻ മഴയൊന്നും നനഞ്ഞ് ഒലിച്ചു പോയില്ലല്ലോ. ആദ്യം എന്റെ പൊന്നുമോളെ പോയി ഒരുങ്ങാൻ നോക്ക്. ആദ്യം ഇവളുടെ അടുത്ത് പറയുന്നവരാണ് അടിക്കാൻ. ആഹാ, നല്ല മഴയാണല്ലോ തിരുമേനി. കാലത്തോട്ടുള്ള മഴയായോണ്ട് നീ വെള്ളമൊക്കെ പൊങ്ങി. കീർത്തുമോളെയും പൊന്നുവിന്റെ ഡാൻസ് കാണാൻ ഞങ്ങളെല്ലാം നോക്കിയിരിക്കുക. പൊന്നു, നീ എന്നാ പെട്ടെന്ന് പോയി ഒരുങ്ങിട്ടോ. എന്റെ പൊന്നുമോൻ എന്നെ ഇവിടം വരെയെങ്കിലും കൊണ്ടാക്കിയത് നന്ദി. അമ്മ തന്നെ പോയാൽ ഏട്ടൻ എവിടാന്ന് എങ്ങനെയാ ഞാൻ കണ്ടുപിടിക്കുന്നേ? ഞാനിവിടെ ചെല്ലാം. നീയും വരുവാണോ എൻ്റെ കൂടെ? എന്നാ നീ എനിക്ക് മുല്ലപ്പൂ മേടിച്ചു തരണേടാ. ആ, ഞാൻ മേടിച്ചു തരാം. കീർത്തു, നീ മുല്ലപ്പൂ എടുത്തോ? അയ്യോ, എടുത്തില്ല. ബാക്കിയുള്ളതെല്ലാം എടുത്തു, എന്നിട്ട് മുല്ലപ്പൂ മാത്രം ഞാൻ എടുത്തില്ല. എന്നാ നീ ഇതിനകത്തുനിന്ന് എടുത്തോ. ഇത് നിനക്ക് വെക്കാൻ മാത്രമല്ലേ ഉള്ളൂ, ഇത് എനിക്ക് വെക്കാനുള്ളതില്ലല്ലോ. നീ എന്തിനാടാ കിച്ചു ഇതിന് മാത്രം മുല്ലപ്പൂ മേടിച്ചോണ്ട് വന്നത്? ഇതന്നെ എനിക്ക് കാലിലും കയ്യിലും എല്ലാം ഇടാനാണോ? ഇതിപ്പോ മേടിച്ചോണ്ട് വന്നതാണോ കുറ്റം? നീ ആ ഏട്ടന്റെ കയ്യിലിരിക്കുന്ന മുല്ലപ്പൂ നോക്കിക്ക്, ഇഷ്ടം പോലെ ഉണ്ടല്ലോ. കച്ചവടം നടത്തുന്നതാണ് തോന്നുന്നത്. നീ അവിടെ ചെന്ന് മേടിച്ചോണ്ട് വാ. അമ്മേ, ഒരു 300 തന്നെ, ഞാൻ ഒരു മുല്ലപ്പൂ മേടിച്ചിട്ട് തരാം. ചെല്ല്. അതെ, ഈ 2 മുഴം മുല്ലപ്പൂവിന് എത്രയാ വില? മോളെ, ഞാനിത് വിൽക്കാൻ വെച്ചേക്കുന്നതല്ല. മോളെ, അവൻ വിൽക്കാൻ വെച്ചതല്ല. അവനോട് ഞാൻ എനിക്ക് മുല്ലപ്പൂ മേടിച്ചോണ്ട് വരാൻ പറഞ്ഞപ്പോൾ മേടിച്ചോണ്ട് വന്നതാ. ഈ തള്ളേനെ നാണം കെടുത്താൻ ഒരുമ്പട്ട് ഇറങ്ങിയേക്കുവാണെന്ന് തോന്നുന്നേ. ഓ, ആണോ? അമ്മയ്ക്ക് വേണ്ടത് എടുത്തല്ലോ. എന്നാ ഇനി കൊച്ചിന് വേണമെങ്കിൽ കൊച്ചെടുത്തോ. അയ്യോ ഏട്ടാ, എനിക്ക് ഇത്രയും വേണ്ട. പോയോ? എടി, നിനക്ക് ആ മുല്ലപ്പൂ തന്നത് ആരാന്നറിയാവോ? വിച്ചേട്ടൻ്റെ അനിയനാ, കിച്ചു. ഓ, അതാണോ നിന്റെ ചെറുക്കൻ്റെ അനിയൻ? അനിയൻ മാത്രമാണോ ഇങ്ങനെ, അതോ ചേട്ടനും ഇങ്ങനാണോ? എന്താടി? മേടിച്ചോണ്ട് വന്നതാ മുല്ലപ്പൂ, കണ്ടില്ലായിരുന്നു? വാ, വന്ന് ചെലങ്കിയൊക്കെ എടുത്തിട്. உள்ளம் கவர்ந்தானே கொண்டு வண்ணனை கோவலனாய் வெண்ணை உண்ட வாயனே